ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞാൻ വെളുപ്പിന് തന്നെ എഴുന്നേറ്റതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കർക്കിടക വാവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്രതം ഒക്കെ എടുക്കൽ ഇന്നാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ കുളിച്ചതിന് ശേഷമാണ് ജോലികളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ദൈവങ്ങളുടെ മുൻപിൽ ഇന്നലെ വെച്ചിരുന്ന പൂക്കളൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പൂവൊക്കെ പറിക്കാൻ പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല, കാരണം നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കുളി കഴിഞ്ഞ് വന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമവും അങ്ങനെ പിന്നെ ലളിതാ സഹസ്രനാമവും ഒക്കെ നമ്മൾ ചൊല്ലാനായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടുജോലികൾക്കൊക്കെ ഇറങ്ങുന്നത് തന്നെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങനെ പരപരാ വെളുത്ത് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥനയോട് കൂടിയിട്ടൊക്കെ ഒരു ദിവസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, നല്ലൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അതൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് ഇങ്ങനെ നിറയ്ക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതൂട്ടെ, ഇനി എന്നും ഞാൻ ഇതുപോലെ ചെയ്യുന്നു. പക്ഷെ എനിക്ക് എന്നും അങ്ങനെ എഴുന്നേറ്റ് കുളിച്ചും കഴിഞ്ഞ് ജോലി തുടങ്ങാനായിട്ട് പറ്റാറില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങകലെ പതിയാരി ക്ഷേത്രത്തിലെ വിളക്കാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം എനിക്ക് ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴും വ്രതം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചും കൂടി വേണം നമ്മളതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ചിലർ ഭക്ഷണമേ കഴിക്കാതിരിക്കും, അല്ലെങ്കിൽ ഒരു നേരം ഉപവസിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ റോഡ് സൈഡിൽ ഞാൻ വെച്ച റോസിൽ ഇഷ്ടം പോലെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പൂ വിടർന്നു തുടങ്ങണുള്ളൂ കേട്ടോ. പറിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നിപ്പോകുന്നു, ശരിക്കും വിടർന്നിട്ടില്ലല്ലോ. എന്നാലും നമുക്കിത് പറിക്കാതെ നിവർത്തിയില്ല. നമുക്ക് ഇന്ന് ദൈവങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റോസാപ്പൂക്കളും തുളസിയും ഒക്കെ ഞാൻ പറിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ആരോഗ്യത്തിനനുസരിച്ച് നമുക്കാവുന്ന തരത്തിൽ നമുക്ക് വ്രതം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുക, നല്ല വാക്ക് പറയുക. ഇന്നത്തെ ഈ ദിവസം നമ്മൾ വ്രതം എടുക്കുന്ന ദിവസമെങ്കിലും നമ്മൾ എന്താ പറയുക, ഒട്ടും തന്നെ മോശമായിട്ടുള്ള വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലേ. ആരോടും ദേഷ്യപ്പെടാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തോടുകൂടി നാമജപത്തോടു കൂടിയിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് നമ്മൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് അരിയാണ് ഇടുന്നത്, ഒരു നേരം മാത്രമാണ് അരി ആഹാരം കഴിക്കുകയുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അരിയൊക്കെ ഇട്ടൊന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയുക, നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നാമജപം കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ പവിത്രത മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് ഒരേന്നൊക്കെ നമ്മൾ ചെയ്യുക കേട്ടോ. നമ്മുടെ കോഴിമക്കൾക്കുള്ള തീറ്റയാണ് കുഴയ്ക്കുന്നത് കേട്ടോ. നല്ല ചൂട് വെള്ളമാണ് ഈ തവിടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിങ്ങനെ നനച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കൂടി പോകാനോ കുറയാനോ പാടില്ല. ഇതിൽ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കോഴിമക്കൾക്ക് ഇങ്ങനെ ഇറക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ. അങ്ങനെ തൊണ്ടയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പരുവത്തിൽ, നമുക്ക് കൊത്തിയെടുത്ത് കഴിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തീറ്റ കൊണ്ടുപോയി കഴിഞ്ഞ് കോഴിക്കൂട്ടിൽ ഇടുന്ന ആ ഒരു സമയത്ത് എൻ്റെ പിന്നാലെ നമ്മുടെ നിക്കുമോൻ വരും. നിക്കുമോനെ പുറത്തിറക്കിയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ പിന്നാലെ വരും. എങ്ങനെ അവൻ വരാതെ അവിടെ നിൽക്കുകയാണെങ്കിൽ നിക്കുമോനെ ഓടി വാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഓടി വരും കേട്ടോ. ഇന്നലെ രാത്രി അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴ പെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ദുരന്ത വാർത്തകളൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു സമാധാനമാണ്. അതുകൊണ്ട് മഴയുടെ ശബ്ദം വേണ്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മഴയുടെ ശബ്ദം കേട്ടും കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട്. അപ്പോൾ റിയമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. റിയയുടെ കുഞ്ഞ് ഓടിയൊക്കെ നടന്ന് തുടങ്ങിയിട്ടുണ്ടാവണം, കുറച്ചൊക്കെ ആയല്ല. ഇന്ന് നമ്മൾ വെക്കുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിലേക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പരിപ്പും സവാളയും കൂടി വേവിച്ച് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഈ കഷ്ണങ്ങളിലേക്ക് ചെരിയാണ് ചെയ്യാറ് കേട്ടോ.
നാളികേരം വറുത്തരച്ചും കഴിഞ്ഞിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സാമ്പാർ വെക്കുകയില്ല, സാധാരണ പൊടികൾ മാത്രം ഇട്ടിട്ടാണ് വെക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നാളികേരം വറുത്തരച്ച സാമ്പാർ തന്നെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നാളികേരം വറുത്തരയ്ക്കുന്നില്ല, പക്ഷെ അതുപോലെയൊക്കെ ഒന്ന് കുഴമ്പ് രൂപത്തിലിരിക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടി ഒക്കെ കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ വറുത്തിട്ട് നല്ല ഒരു സ്മെല്ലായി വരുന്ന ആ സമയത്ത് നമ്മളുണ്ടല്ലോ തിളച്ച വെള്ളത്തിലേക്ക് ഈ പൊടി അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ കറിയിൽ ചേർക്കാം. ചില ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കിയത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുകയും ചെയ്യും. ഇതിപ്പോൾ കണ്ട നല്ല ചൂടുവെള്ളത്തിലായ കാരണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല കുഴമ്പ് രൂപത്തിലാവും കേട്ടോ. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. പിന്നെ മുകളിൽ നമുക്ക് മല്ലിയിലയൊക്കെ അങ്ങോട്ട് വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പാണ്, നമുക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാൻ പറ്റുള്ളൂല്ലോ, അതുകൊണ്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ പതിയാരി ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വ്രതമൊക്കെ എടുക്കുന്ന ദിവസം എന്തായാലും ക്ഷേത്ര ദർശനം നമ്മൾ നടത്തണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാവുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അത്ര അടുത്താണ് കേട്ടോ പതിയാരി ഭഗവതി ക്ഷേത്രം. അപ്പോൾ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഓടി വരുന്നത് ഈ ദേവിയുടെ മുൻപിലേക്കാണ് കേട്ടോ. അങ്ങനെ പതിയാരി ഭഗവതി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെളുപ്പിന് തന്നെ വന്ന കാരണം അധികം ആൾക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ശാന്തവും സമാധാനമായിട്ടും കിടക്കുകയാണ് കേട്ടോ ക്ഷേത്ര പരിസരമൊക്കെ. അപ്പോൾ ആ ഒരു പരിസരത്തിലൂടെ നടക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് വന്നതിന് ശേഷം ഗോതമ്പ് ദോശയും സാമ്പാറും കൂട്ടിയും കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഉപ്പേരിക്കറിയും കൂടി വെക്കണം, അതുപോലെ പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലഞ്ചിനുള്ള കറികളൊക്കെ റെഡിയാവും കേട്ടോ. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നേരത്തെ തന്നെ ജോലികൾ കഴിയും കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയും എങ്ങനെയാണ് പെട്ടെന്ന് ജോലി കഴിയുന്നത്. പെട്ടെന്ന് കഴിഞ്ഞിട്ടൊന്നല്ല, വെളുപ്പിനെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വേഗം നമ്മുടെ ജോലികൾ കഴിയും കേട്ടോ. പിന്നീടല്ലോ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ അംഗൻവാടിയുടെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലാണല്ലോ നമ്മൾ ചെണ്ടുമല്ലി കൃഷി നടത്തിയിരിക്കുന്നത്. അങ്ങനെ ചെണ്ടുമല്ലി തോട്ടത്തിലേക്ക് ഇന്നലെ വൈകിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും സന്ധ്യയും രജനിയും രാഖിയും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കനത്ത മഴയല്ലായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെണ്ടുമല്ലി തൈകളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ മണ്ണൊക്കെ കുറേ ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ മണ്ണ് വെട്ടി കഴിഞ്ഞ് കടക്കിലേക്ക് കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നല്ല ഉഷാറായിട്ട് നമ്മൾ ചെയ്യാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ആ മണ്ണ് കൂട്ടലൊന്നും കഴിയില്ല, എന്നാലും എല്ലാവരും കൂടെ ഓരോരോ വാരങ്ങളായിട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സംതൃപ്തിയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല സന്തോഷമായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് കേട്ടോ. അവിടെ അടുത്ത് തന്നെ ആ കുളം കണ്ടില്ല, നിറഞ്ഞ് കവിഞ്ഞ് കിടക്കാണ് കേട്ടോ വെള്ളം. അങ്ങനെ നമ്മുടെ കൃഷിക്കാര്യങ്ങളൊക്കെ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ തനിച്ചാണല്ലോ ചെയ്യുക. ചെണ്ടുമല്ലിക്ക് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും പറ്റാവുന്ന തരത്തിലൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നും നമ്മുടെ മത്തയിൽ ഒരു പൂവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.